ഹായ്, ഞാനിങ്ങനെ ഒരു പായസം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചിരിക്കുമായിരുന്നു. ഓണക്കാലമൊക്കെ ആയല്ലോ. ഓണം ആകുമ്പോൾ നമ്മൾ എല്ലാവരും വലിയ വലിയ പായസങ്ങളുണ്ടാക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കണമല്ലോ. അപ്പോൾ കടയിലെല്ലാം പായസങ്ങളുടെ ബഹളമാണ്. എല്ലാ കടയിലും പായസമേള പായസമേള പായസമേള. അപ്പോൾ ഞാൻ വിചാരിച്ച് മേടിക്കണ്ട, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു വീഡിയോയും ആവും. പിന്നെ മധുരത്തിൻ്റെ എന്ത് സാധനം ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മധുരമുള്ള സാധനങ്ങളാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു പ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടപ്രഥമൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് അടപ്രഥമൻ. അതുകൊണ്ട് പരിപ്പ് പായസം വെച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരുന്നു പരിപ്പ് പായസം. അത് നന്നായിട്ട് ഒത്തു. അപ്പം അടപ്രഥമൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോസ് തുടങ്ങുന്ന ഒരു അടപ്രഥമനയിലാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്നും ഓണത്തിൻ്റെ എല്ലാ കറികളും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അപ്പം ഞാനങ്ങനെ ഓണമായാലും എന്താഘോഷമാണേലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഓവറായിട്ടൊന്നും ആഘോഷിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം ഞാനും ഈ പിള്ളേരും തന്നെ ഇവിടെ കാണുകയുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പം ഒരു 2 വർഷം 3 വർഷം ആവുന്നേ ഉള്ളൂ. അച്ചാച്ചൻ പോയാൽ പിന്നെ ഒരാഘോഷവും ഞാൻ ആഘോഷിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചാച്ചന് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണത്തിനൊക്കെ എല്ലാവരും ചെല്ലണം, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങളുടെ വീട്ടിലെ ഓണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പച്ചക്കറി വളരെ കുറവായിരിക്കും. എല്ലാ ടൈപ്പ് ഇറച്ചിയും കാണും. അച്ചാച്ചൻ അന്ന് എല്ലാ സൈസ് ഇറച്ചിയും മേടിക്കും. അങ്ങനത്തെ ഓണമായിരുന്നു. അതുകൊണ്ട് അച്ചാച്ചനില്ലാത്തത് കൊണ്ട് ഓണം ആഘോഷിക്കാൻ അങ്ങനെ തോന്നാറില്ല. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ മിനിമം കറികളിലൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഇന്നൊരു പ്രഥമൻ ഉണ്ടാക്കാം. അപ്പോൾ ജോജി ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ ടൗണിൽ പോകുമ്പം പറയുന്നുണ്ട് പായസം വാങ്ങാമെന്ന്. വെറുതെ എന്തിനാണ് വാങ്ങുന്നത്, നമുക്ക് ഉണ്ടാക്കാനറിയാം. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചേക്കും. കുറേശ്ശെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ? വാ. അപ്പം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ എന്നൊക്കെ വേണമെന്ന് നോക്കിയാലോ. ഞാൻ കുറേ സാധനങ്ങളൊക്കെ എളുപ്പം ചെയ്ത് വെച്ചു കേട്ടോ. അട വേവിച്ച് വെച്ചു. ഇതൊരു 500 ഗ്രാം അടയുണ്ട്. 500 ഗ്രാം അട ഒരു 5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചു. കാരണം ശർക്കരയ്ക്കകത്ത് കിടന്നാൽ പിന്നെ ഇത് വേവുമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് പശയൊക്കെ കളഞ്ഞ് ഒട്ടലൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ 2ാം പാല്, 1ാം പാല്, ഈ 1/2 കിലോ അടയ്ക്ക് 1 കിലോ ശർക്കര ഉരുക്കിയതും. അത് വളരെ വെള്ളം കുറച്ചിട്ട്, നല്ലോണം വെള്ളം കുറച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തേലൊക്കെ ഉരുക്കിയാൽ മതി. അപ്പോൾ ശർക്കരയ്ക്ക് ഒത്തിരി വെള്ളം വറ്റാനായിട്ട് കാണില്ല. ഇതൊരു 4-5 തേങ്ങയുടെ പാലുണ്ട്. കാരണം ഞാൻ തേങ്ങ വലുതും ചെറുതും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് 4-5 തേങ്ങയുടെ പാലും ഉണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പം ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. ആ നെയ്ക്കകത്ത് കിടന്ന് ഈ അടയൊന്ന് വരളണം. അതൊരു ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ശർക്കര ചേർക്കുക. എളുപ്പമാണ്. അടപ്രഥമൻ എന്ന് പറയുന്നത് നേരത്തെയൊക്കെ വിചാരിക്കും അടപ്രഥമൻ ഭയങ്കര പാടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് അടപ്രഥമൻ. ആയുധം എടുക്കട്ടെ. ആയുധം വെച്ചിട്ടുള്ള പണിയാണ്. ഉരുളി ചൂടായൊന്ന് തൊട്ട് നോക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. പക്ഷേ സൈഡിലത്തെ വെള്ളം കുറച്ച് പോകാനുണ്ട്. ഞാനെപ്പോഴും പായസത്തിന് എടുക്കുമ്പം 2 പാലേ എടുക്കുകയുള്ളൂ. 2-3 പാലൊന്നും എടുക്കുകയില്ല. കാരണം നമ്മൾ ഗ്യാസിലുണ്ടാക്കുമ്പം ഇതെല്ലാം വറ്റി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. 2 പാലെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിടാം. ഉരുകി വരുന്നുണ്ട്. നെയ്യ് ഉരുകി. നമുക്ക് ഇതിനകത്തോട്ട് ഇനി അടയിടട്ടെ. അടയൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കിടന്ന് ചൂടായി വരണം. ഇപ്പോൾ അടയെല്ലാം ഓരോന്ന് വേറെ വരും. കാരണം പശയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത അടയാണ്. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. 1 കിലോ ശർക്കര
നമ്മൾ ഉരുക്കി വെച്ചത്. ഇതിനി ശർക്കര അടയും കൂടെ കിടന്ന് നന്നായിട്ട് വരണ്ട് വരണം. ഒരു കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്ക് അതാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ ഞാൻ ശർക്കര മാത്രം ചേർത്തിട്ടായിരുന്നു ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ ലക്ഷ്മി മാമിൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടു, ശർക്കര ചേർത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ഇതിന് എക്സ്ട്രാ ഒരു ഗ്ലേസിങ്ങും കളറും ഒക്കെ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം ഉണ്ടാക്കി. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് കഴിയുമ്പം നമുക്ക് പഞ്ചസാര ചേർക്കാം, ഒരു ശകലം വരണ്ട് വരുമ്പോഴേ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ അടയെല്ലാം വേറെ വേറെ വന്നില്ലേ. അട നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഈ ചോറ് വാർക്കുന്ന കിഴുത്ത പാത്രത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പശയെല്ലാം പോയി കിടക്കും. പിന്നെ അട വേവാനായിട്ടിട്ട് തിളപ്പിക്കുമ്പം അതിനകത്തൊരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കുവാണെങ്കിൽ അട ഒട്ടത്തില്ല തമ്മിൽ, ഇങ്ങനെ വേറെ വേറെ കിടക്കും. അപ്പം ശർക്കര തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി തിളച്ച് വരളണം. ഈ വെള്ളമെല്ലാം വറ്റണം. എൻ്റെ ശർക്കര ഫ്രിഡ്ജിലിരുന്ന ശർക്കരയായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് നമുക്ക് പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് ഉരുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചൊരു അരക്കപ്പ് വെള്ളം കൂടിപ്പോയി. ആ വെള്ളം ശർക്കരയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മളിനി ഇളക്കി വറ്റിക്കണം. വറ്റിച്ച് ഇത് വരട്ടിയെടുക്കണം. അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശർക്കരയ്ക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം, അരക്കപ്പിന് താഴെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് നേരം നമുക്ക് ഇതിട്ട് കിടന്ന് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് നേരം ഇളക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ഇതിനി വരണ്ട് കുറുകി വരണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചൂട് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയാൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുടിക്കാമല്ലോ. ഇപ്പോൾ 1 ഗ്ലാസ്സും കൂടെ വേണം. ഇപ്പോൾ 1 ലിറ്ററായിട്ടൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം നമുക്ക് ചിലപ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ആവശ്യത്തിനൊന്നും കാണത്തില്ല. ഈ 1 ലിറ്റർ മേടിച്ചാൽ ഒന്നുകൂടെ കുടിക്കണമെന്ന് തോന്നിയാലൊന്നും കാണത്തില്ല. അതേസമയം നമ്മൾ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതൊന്നും വലിയ പണിയുള്ള കാര്യമല്ല. ഉണ്ടാക്കുവാണെങ്കിൽ ആവശ്യത്തിന് കഴിക്കാം. മധുരമല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഓണത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഒരു സാരിയൊക്കെ ഉടുത്ത് അങ്ങ് നിന്നു. അപ്പോൾ ഈ സാരി കാണുമ്പോഴേ എല്ലാവരും ചോദിക്കും, മറ്റേ ആ മദേഴ്സ് ഡേക്ക് തലയിൽ കൂടെ വെള്ളം വീണ അമ്മയല്ലേ എന്ന് ചോദിക്കും. ആണ്, ഞാൻ തന്നെയാണത്. ആ വീഡിയോ എവിടേക്കോ ഇൻസ്റ്റയിൽ നമ്മളിട്ട വീഡിയോ ആണ്. അതെവിടേക്കോ പോയി കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. ഈ ശർക്കരയ്ക്കകത്ത് കുറച്ച് വെള്ളം കൂടി പോയത് കൊണ്ട് കുറേ സമയമെടുക്കും. കയറി ഇരുന്നിളക്കി മടുക്കാതെ ഇരുന്നൊക്കെ ഇളക്കിയെടുക്കാം. പക്ഷേ ഈ അടുപ്പയിലായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്ന് ഇളക്കാൻ എളുപ്പമായിരുന്നു. ഇതിപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പേ വെച്ചു. അതാകുമ്പോൾ വലിയ തീ അതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വറ്റുമല്ലോ. എനിക്ക് അടപ്രഥമൻ ഉണ്ടാക്കിയിട്ട് പഴവും പപ്പടവും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. നേരത്തെ ഒന്നും ഞാൻ ഏത് കല്യാണത്തിന് പോയാലും പായസം കിട്ടുമ്പോഴേക്കും ഞാൻ എൻ്റെ വെള്ളം കുടിച്ചേച്ച് ആ ഗ്ലാസ്സിനകത്ത് മേടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കറി ഷോയിൽ അടപ്രഥമൻ വിളമ്പിയിട്ട് അത് ഗസ്റ്റിന് കഴിക്കാൻ കൊടുത്തപ്പം അവരതിൻ്റെ കൂടെ പപ്പടവും പഴവും കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു രസത്തിന് ഞാൻ കഴിച്ചു നോക്കി. എന്തൊരു ടേസ്റ്റായിരുന്നു അങ്ങനെ കഴിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്രഥമൻ ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. വറ്റി വരുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടെ സമയമെടുക്കും ഇത് വറ്റാനായിട്ട്. ഇതാണ് വെള്ളം കൂടിപ്പോയാൽ ഉള്ള കുഴപ്പം. എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം കൂടിയൊന്നും പോയില്ലായിരുന്നു. ഒരു 1/2 കപ്പ് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു. പക്ഷേ ശർക്കര ലൂസാകുമ്പോഴത്തേക്കും അത് ഭയങ്കരമായ വെള്ളമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഒരു കാര്യമാണ്, ശർക്കരയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ വരളും തോറും ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ്, നല്ല മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാവും. അപ്പോൾ ശർക്കരയൊക്കെ ഏകദേശം വറ്റി, വെള്ളമൊക്കെ വറ്റി ശരിയായിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റും. എന്നാലും നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെയ്യും കൂടെ കൂടി അതൊന്ന് വരളണം.
ഒരു 2-3 മിനിറ്റ് ആ നെയ്യും കൂടെ കൂട്ടി ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് ടൈറ്റാവും. ഈ നെയ്യൊക്കെ ഇങ്ങനെ ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റിയാണ്. പായസം ഹെവിയാവും. പായസം അല്ലെങ്കിൽ തന്നെ മധുരം, നെയ്യ്, തേങ്ങാപ്പാൽ എല്ലാം കൂടെ കൂട്ടുമ്പം ഹെവി ഫുഡാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം വരും, പഴം വരും. പക്ഷേ അതൊക്കെ ആലോചിച്ചിരുന്നാൽ നല്ല ടേസ്റ്റി പായസങ്ങൾ ആസ്വദിച്ച് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വരട്ടി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ ചേർക്കുക. രണ്ടാം പാൽ ചേർത്ത് അതും കൂടെ വറ്റി വന്നാൽ പിന്നെ പായസത്തിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നാം പാൽ ചേർക്കുക, നെയ്യിൽ നട്ട്സും കിസ്മിസും വറുത്ത് ചേർക്കുക, ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കുക, പായസം റെഡി. ഇതുണ്ടോ, നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടിനി രണ്ടാം പാൽ ചേർക്കുക. രണ്ടാം പാലൊരു 5-6 കപ്പുണ്ട്. നമ്മൾ ഈ തേങ്ങയെ വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ തേങ്ങയുടെ കുറച്ച് കടന്ന തേങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ മട്ട് തേലുണ്ട്, അത് ഒഴിവാക്കി ഒഴിക്കണം. അങ്ങനെ രണ്ടാം പാൽ ചേർത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും വറ്റി വരും. അത് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ചേർക്കണം. ഞാൻ എപ്പോഴും അടപ്രഥമൻ ഉണ്ടാക്കിയാലും, അടപ്രഥമൻ എന്നല്ല, എന്ത് പായസം ഉണ്ടാക്കിയാലും ഒരു ശകലം മധുരം എനിക്ക് കൂടുതലാണ്. കാരണം എനിക്ക് ഇച്ചിരി മധുരം കയറി നിൽക്കുന്നതാണ് ഇഷ്ടം. പായസത്തിന് മധുരം വേണമല്ലോ. മധുരം കുറഞ്ഞിരുന്ന ഒരു സുഖമില്ല. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറവ് മതിയെന്നുള്ളവർക്ക്, എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത്. കുറുകി വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പം ഈ ഓണത്തിന് ഒരു ദിവസം അല്ലെ 2 ദിവസമൊക്കെയാണ് പായസം കിട്ടുന്നത്. ഇപ്പോൾ എപ്പോൾ പിള്ളേർക്ക് പായസം വേണമെന്ന് പറയുന്നു, സാധനം ഇരിപ്പുണ്ടെങ്കിൽ അന്നേ ഉണ്ടാക്കി കൊടുക്കും. സാധനം ഇരിപ്പില്ലെങ്കിൽ പിറ്റേ ദിവസം വാങ്ങിയാണല്ലോ ഉണ്ടാക്കി കൊടുക്കും. ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ. പണ്ടൊക്കെ ഈ ഓണത്തിന് കിട്ടുന്ന ലാവിഷ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്നത്തെ പായസത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പണ്ടത്തേക്കാൾ കൂടുതൽ സാധനങ്ങളും ഇപ്പോഴാണ്, ടേസ്റ്റും ഇപ്പോഴാണ് കൂടുതൽ. പക്ഷേ നമുക്ക് ആ പണ്ടത്തെ ടേസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് ഈ പിറന്നാളിലൊക്കെ തന്നെ പായസം അങ്ങനെ ഉണ്ടാക്കലില്ല. എന്തായാലും മഴയൊന്നും പെയ്തിട്ടും ചൂടിനൊന്നും വലിയ കുറവൊന്നുമില്ല. ഒരാവേശത്തിൻ്റെ പുറത്ത് ഓണമൊക്കെ അല്ലേ, ഒരു സാരിയൊക്കെ കൊടുത്ത് കുക്കിംഗ് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചൂട് കാരണം ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടാണിപ്പോൾ. ഇത് കഴിഞ്ഞ ദിവസം അടുപ്പിൻ്റെ പുറകുവശം തൂത്തുവതാണ്. കലത്തിന് ചൂടുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നല്ല ചൂടുണ്ടായിരുന്നു, പൊള്ളി കിട്ടി. ഇതൊരു അടുപ്പൊക്കെ കൂട്ടി മുറ്റത്ത് വെച്ചുണ്ടാക്കുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. നമ്മൾ നേരത്തെ ഒരു അടപ്രഥമൻ മുറ്റത്ത് വെച്ചിട്ട് വലിയ ടീച്ചറിൻ്റെ ഉരുളിയിൽ വലിയ അടപ്രഥമനൊക്കെ ഉണ്ടാക്കി. പക്ഷേ അത് എടുത്തു വന്നപ്പോൾ, നമ്മൾ ആദ്യം വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്ത സമയത്തായിരുന്നു, എടുത്തു വന്നപ്പോൾ നമ്മൾ ആ എടുത്തത് അത്ര ഫിനിഷിങ് പോരാന്ന് വിചാരിച്ച് അത് നമ്മളവിടെ ഉപേക്ഷിച്ച്. അന്ന് നമ്മൾ താഴെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടായിരുന്നു കുക്ക് ചെയ്ത്. ഇപ്പോൾ പക്ഷേ ഭയങ്കര മഴയാണ്, മുറ്റത്ത് പോയി കുക്ക് ചെയ്ത് നടക്കത്തില്ല. എന്താ കുക്ക് ചെയ്യാൻ പോയി നിന്നാലും നമ്മൾ മഴ പെയ്യുമ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. പിന്നെ ഭയങ്കര കാറ്റാണ് ഇപ്പോൾ കണ്ടത്തിൽ.
നമ്മൾ ഇറങ്ങി നിന്നാൽ കാറ്റായിരിക്കും, അല്ലെങ്കിൽ കാറ്റും കാണില്ല. അപ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർക്കാം. സമയമായിട്ടുണ്ട്. ഇതെല്ലാം വറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാല് ചേർക്കാം. നല്ല കുറുകിയ ഒന്നാം പാലാണ്. കഴിഞ്ഞ പ്രാവശ്യമേ ഞാനിങ്ങനെ പായസത്തിന് ഇളക്കിയിട്ട് വീഡിയോ കണ്ടപ്പോഴേ ജസീർ ഓർത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഇളക്കി വരട്ടി എല്ലാം എടുത്ത് ശർക്കരയുടെ കളറായി. അതിനകത്തോട്ട് ഞാൻ ഒന്നാം ഒഴിച്ചപ്പോഴത്തേനും വെള്ള കളറും ഈ ശർക്കരയുടെ കളറും വേറെ വേറെ നിൽക്കുന്നു. പടച്ചോനെ പണി പാടിയില്ലോ, ഇതിനി പായസം വേറെ എന്നെ മേടിച്ചു കൊണ്ട് തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. അവൻ പറഞ്ഞതാണ്. ഞാൻ പായസം എക്സ്പേർട്ടാണ്. അങ്ങനെ ഒന്നാം പാല് ചേർത്ത് ഇളക്കുകയാണ്. ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ചൂടായാൽ ഇത് വാങ്ങി വെക്കാം. ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഇത് അത്യാവശ്യം ലൂസിലൊക്കെയാണ്, ഒരുപാട് ടൈറ്റ് പായസമൊന്നുമല്ല. കുറച്ച് നേരം ഇരിക്കുമ്പം ടൈറ്റാവും. അപ്പം വേണമെങ്കിൽ നമുക്ക് കവർ പാല് കിട്ടുമല്ലോ, അത് മേടിച്ച് കാച്ചി ചേർക്കാം. അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി ഒഴിച്ചാൽ ലൂസാക്കി കിട്ടും. ഇപ്പം അത്യാവശ്യം ലൂസിലാണ് നിൽക്കുന്നത്. കുറേ നേരത്തേന് എന്തായാലും ഇത് ടൈറ്റ് ആകത്തില്ല. പിന്നെ തണുക്കുമ്പോൾ ടൈറ്റായിട്ട്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നല്ല ടേസ്റ്റി ഇതിനകത്തോട്ട് ഇനി ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി വാങ്ങി വെക്കാം. തീയൊന്ന് കുറയ്ക്കട്ടെ, ഇല്ലെങ്കിൽ തിളയ്ക്കാൻ പാടില്ല. നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്യാതെ അത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ അല്ല, ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഏലക്കയുടെ മണമൊക്കെ വരണ്ടേ. നല്ല മണം, ഏലക്കാപ്പൊടിയുടെ ഒക്കെ നല്ല മണം. നമുക്കിനി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നട്ട്സ് വറുത്തിടാം. നട്ട്സ് വറുത്തിട്ടിട്ട് കഴിക്കാം. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം. ഇനി ഇതിനകത്ത് നട്ട്സും കിസ്മിസും വറക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവേ. അപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ആദ്യം നട്ട്സ് ചേർക്കും. നട്ട്സ് ചേർത്ത് കഴിഞ്ഞിട്ട് കിസ്മിസ് ചേർക്കാം. ഒരു 50 ഗ്രാം നട്ട്സേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളായിരുന്നു നട്ട്സ്. അത്രയും നട്ട്സ് ചേർത്തിട്ടുണ്ട്. മുന്തിരിങ്ങ കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ചേർക്കാം. മുന്തിരിങ്ങ രണ്ടാമത് എക്സ്ട്രാ വറുത്തിടാലേടാ. ഇതിൻ്റെ കൂട്ടത്തിൽ മുന്തിരിങ്ങ ഇങ്ങനെ പൊങ്ങുമല്ലോ. പൊങ്ങുമ്പം ഈ പാത്രത്തിൽ ചിലപ്പോൾ നിൽക്കില്ല. മുന്തിരിങ്ങ കുറച്ചുണ്ട്. ഇത് ഞാൻ കഴുകി വാരിയെടുത്ത് ഇതിൻ്റെ പൊടിയും മണ്ണും ഒക്കെ കളഞ്ഞ് കഴുകി വാരിയ മുന്തിരിങ്ങ. ഒരുപാട് കരിയുന്ന പോലെ മൂക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നാണ്. നട്ട്സ് മൂത്തത് നമ്മളിതിനകത്ത് ഇടുക. ഇത്രയൊക്കെ മൂത്താൽ മതി കേട്ടോ. ഒരുപാട് ചുമന്ന് പോയാൽ പിന്നൊരു കയ്പ്പ് ചുവയായിരിക്കും. ഇനി ഇതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് കിസ്മിസും കൂടെ വറുത്തിട്ട് ഇതിനകത്തിടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമുന്തിരിങ്ങ. ഇതിനകത്തൊരു നമ്മൾ കടിക്കുമ്പോൾ ഒരു പുളിയും മധുരമൊക്കെ കൂടെ വരുമല്ലോ. ജോജിക്ക് പക്ഷേ ഉണക്കമുന്തിരിങ്ങ ഇടുന്നത് ഇഷ്ടമേ അല്ല. എന്ത് സാധനം ബിരിയാണിക്കകത്ത് പോലും കിസ്മിസ് കിട്ടുന്നത് ഇഷ്ടമല്ല. ഇതിപ്പം നമ്മളിനി ചേർക്കുമ്പം ഈ നെയ്യോടെ അങ്ങ് ഒഴിക്കും. ഇനി വേറൊന്നും മറക്കാനില്ലല്ലോ. ഇത് ഈ നെയ്യോടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കും. ആഹാ, ഇതൊന്ന് കുടിക്കണം, എന്താ ടേസ്റ്റെന്ന്.
ഇത് ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. ഞാൻ തന്നെ കഴിക്കാം. ഇത് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നോക്കിയപ്പോഴാണ്, ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പം പപ്പടം ഇല്ല. പപ്പടം കാച്ചിയത് ഉച്ചയ്ക്ക് കഴിച്ച് തീർന്നായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഇവിടെ വീടുകളിലുണ്ടാക്കുന്ന പപ്പടമാണേ. നല്ല ഉഴുന്ന പപ്പടം, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം പപ്പടവും കൂടെ പൊള്ളിച്ചിട്ട്, അയ്യോ കണ്ടോ പപ്പടം എന്ത് സോഫ്റ്റാണെന്നുണ്ടോ. പപ്പട കുത്തിയാന്ന് അത് പോരുമല്ലോ, അത്രയ്ക്ക് സോഫ്റ്റാണ്. പൂരിയാണോ? എല്ലാം പോള് പോലെ വരും അല്ലേ. ബപ്ലി പപ്പടം. അത് നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ. ടേസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ കുറേ എടുക്കണ്ടേ. പ്ലേറ്റിലിരിക്കുന്നത് കാണാനൊരു ഭംഗി വേണമല്ലോ. അങ്ങോട്ട് നീങ്ങിയിരിക്കൂല്ലേ, ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. കണ്ടോ ഇങ്ങനെ ഇരിക്കും, അടിപൊളി. നട്ട്സൊക്കെ കിടക്കുന്നുണ്ടോ? നട്ട്സ്, കിസ്മിസ്, പഴം. ഇതെങ്ങനെ കഴിക്കുന്നതെന്നോ, കുറച്ച് പഴം ഒടിക്കണം, എന്നിട്ട് ഇളക്കണം, എന്നിട്ട് ഈ പപ്പടത്തിൻ്റെ ഉപ്പും കൂടെ വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് വായിൽ കപ്പലൊടിക്കും. ഞാൻ ആദ്യമേ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ കൊതി ആർക്കും കിട്ടത്തില്ല. ഭയങ്കര ചൂടാട്ടോ. ഉണ്ടാക്കി ഇങ്ങനെ വാങ്ങി വെച്ചതേ ഉള്ളൂ. എന്നാ പറയാനാ, ഞാൻ കുറച്ച് കുടിച്ചിട്ട് പറയാം. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിച്ച് നോക്കണം, എന്നാലേ എൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ ആദ്യം തേങ്ങാപ്പാൽ പിഴിയുന്നതും ഇതെല്ലാം വേവിച്ച് വെക്കുന്ന ഒരു പണിയാണ്, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ്, ഒരു പോസിറ്റീവ് കമൻറ്റ് തരണം. അപ്പോൾ താങ്ക് യു. ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ഞാനിതിൻ്റെ പകുതിയെ കഴിക്കാറുള്ളൂ, പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കും.